വേദന കാരണം ഒരു രക്ഷയില്ലായിരുന്നു. സൂചി കൊള്ളുന്ന വേദനയായിരുന്നു. ഹായ് നമസ്കാരം. ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറിയിലൂടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കിഡ്നി സ്റ്റോൺ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമ്പോഴും ആശുപത്രിയിൽ പോയി പെയിൻ കില്ലറൊക്കെ എടുത്ത് അല്ലെങ്കിൽ പച്ചമരുന്നൊക്കെ കഴിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞ മാസം, അതായത് 2026 മാർച്ച് മാസം 7-ാം തീയതി രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കലശലായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോയി. അവിടുന്ന് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ അവർ സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജൻ പറഞ്ഞു CT സ്കാനും അൾട്രാസൗണ്ടും ഒക്കെ ചെയ്തു. അപ്പോൾ CT സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തപ്പോഴേക്കുമാണ് മനസ്സിലായത് ഹൈപ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അതായത് വൃക്കയിൽ നിന്ന് മൂത്രനാളിയിൽ സഞ്ചിയിലോട്ട് പോകുന്ന ഒരു കുഴലുണ്ട്, മൂത്രനാളി എന്ന് പറയും. ആ നാളിയിൽ ഒരു കല്ല് ഇരുന്നിട്ട് അവിടെ നിന്ന് മൂത്രം നമ്മുടെ വൃക്കയിലോട്ട് പോകുന്നൊരവസ്ഥ. അപ്പോഴേക്കും വൃക്കയ്ക്ക് എൻലാർജ് ചെയ്യുന്നൊരവസ്ഥ. അപ്പം വൃക്കയിൽ പഴുപ്പൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂറോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് വൈഫൊക്കെ ഡെലിവറി ആയിരിക്കും സമയമായതുകൊണ്ടും സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടും നമ്മളങ്ങനെ അധികം അതിൻ്റെ പുറകെ പോയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയമായപ്പോഴേക്കും, അതായത് വ്യാഴാഴ്ചയൊക്കെ വൈകിട്ടായി കഴിഞ്ഞപ്പോഴേക്കും വേദന വീണ്ടും വരാൻ തുടങ്ങി. അപ്പം മുറിയെല്ലാം കഴിഞ്ഞിട്ടും അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങി. ഉറക്കമൊന്നും ശരിക്കും നടന്നില്ല. നമ്മൾ നേരം വെളുത്തപ്പോഴേക്കും വേദന കലശലായി, ഛർദ്ദിക്കാൻ വരവ് അങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ട്രിപ്പ് ഇട്ടിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ 2 ദിവസം തള്ളി നീക്കി. അതായത് ഈസ്റ്ററിൻ്റെ അന്നായപ്പോഴേക്കും വീണ്ടും നമുക്ക് അസുഖം വന്നു. അതായത് ഭയങ്കര വേദനയായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അസുഖം മാറിയില്ല എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ നേരെ തൊടുപുഴ സെൻറ്റ് മേരീസിലേക്ക് പോയി. അങ്ങനെ നമ്മൾ തൊടുപുഴ സെൻറ്റ് മേരീസിലെ ഈസ്റ്റർ ദിനം വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും പോയി അവിടെ എമർജൻസിയിൽ കയറി. അപ്പോൾ അവർ CT സ്കാനൊക്കെ എടുക്കാൻ തന്നു. CT സ്കാൻ എന്ന് എനിക്ക് തോന്നുന്നു 4600 രൂപ ഒക്കെ ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇല്ല. നമ്മൾ പലരോടും കടമൊക്കെ മേടിച്ചിട്ടാണ് പോയത്. കാരണം നമ്മുടെ ആരോഗ്യമാണല്ലോ വരുത്. അപ്പം നമുക്ക് പണം ഇന്നുണ്ടാക്കാം, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം. നമുക്ക് പ്രശ്നം ഗുരുതരമായി കഴിഞ്ഞാൽ ഇപ്പം ഡയാലിസിസ് വരെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചെന്നു. അപ്പോൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തതിന് ശേഷം ഒരു ട്രിപ്പൊക്കെ ഇട്ട് വേദനയൊക്കെ കുറഞ്ഞ് അപ്പോൾ ഒരു ദിവസം നമ്മൾ എമർജൻസി തന്നെ, കാഷ്വാലിറ്റി തന്നെ കടന്നു. പിറ്റേ ദിവസം രാവിലെ ആയിപ്പോഴേക്കും നമ്മളെ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിച്ചു പോയി. യൂറോളജിസ്റ്റ് പറഞ്ഞു സ്റ്റെന്ത് ഇടണം. സ്റ്റെന്ത് ഇട്ടതിന് ശേഷം നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് സർജറി ചെയ്യാം. ലേസർ ടെക്നോളജി വഴിയാണ് ഇപ്പോൾ സർജറിയൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അതുപോലെ ചെയ്യണം. വൃക്കയിൽ നിന്ന് നമ്മുടെ മൂത്രസഞ്ചിയിലോട്ട് വന്ന മൂത്രനാളിയിൽ ആ കല്ല് നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് എത്ര മരുന്ന് കഴിച്ചിട്ടോ അത് താഴെ പോകാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊടിച്ച് കളയണം മാത്രമേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് സ്റ്റെന്ത് ഇടാം. സ്റ്റെന്ത് ഇട്ടതിന് ശേഷം നമുക്ക് പൊടിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 2 വൃക്കയിൽ, ആദ്യത്തെ വൃക്കയിൽ 2 കല്ലും രണ്ടാമത്തെ വൃക്കയിൽ 1 കല്ലും 1 കല്ല് മൂത്രസഞ്ചിയിൽ, അങ്ങനെ മൊത്തത്തിൽ 4 കല്ലാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ആദ്യം നമ്മൾ സ്റ്റെന്ത് ഇടാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴേക്കും സ്റ്റെന്ത് ഇട്ടു. അന്ന് അവിടെ കടന്ന് പിറ്റേ ദിവസം വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോകുന്നത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് ശേഷം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് എടുക്കണമായിരുന്നു ഇഞ്ചക്ഷൻ വഴി. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇന്നാണ് നമ്മൾ ആശുപത്രിയിൽ പോയത്. നമ്മളോട് ഒന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു 10 ദിവസത്തേക്കുള്ള മരുന്ന് തരാം, അതിനുശേഷം നമുക്ക് സർജറിക്കുള്ള ഡേറ്റ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവിടുന്ന് പോന്നു. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് ഈ ജോലിക്കൊക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറകെയായിരുന്നു. അപ്പം ഇനി നമുക്ക് ആശുപത്രി പോകുന്നവരെ നമുക്ക് ജോലിക്കൊക്കെ പോകാം. അത് സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയി വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെ പോയി വീഡിയോ എടുക്കുമെന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഈ പരിസര പ്രദേശങ്ങളെല്ലാം വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ സർജറിയുടെയൊക്കെ ക്ഷീണമൊക്കെ മാറിയിട്ട് അങ്ങനെ ഇടാമെന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പം ഇടയ്ക്ക് എന്തെങ്കിലും നല്ല കണ്ടൻറ്റുകളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ നിസ്സാര കാര്യമല്ല. അപ്പം തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ സൈസൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പച്ചമരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചോ ഒക്കെ പോകും. അപ്പോൾ ഇത് നമ്മൾ നോക്കാതിരുന്നാൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ കല്ലൊക്കെ ഇരുന്ന് വളർന്ന് ആയിട്ട് നമുക്ക് വെള്ളം കുടിച്ചാൽ പോലും പോകാത്തൊരവസ്ഥ വരും. അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത്, എനിക്ക് വേനൽക്കാലത്താണ് ഈ അസുഖം ഉണ്ടായപ്പോഴെല്ലാം എനിക്ക് വേനൽക്കാലത്താണ് ഉണ്ടായത്. കാരണം നമ്മൾ രാവിലെ മൂത്രം ഒഴിക്കുമ്പോഴാണ്
മൂത്രം ഒഴിച്ചിട്ട് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ വെള്ളം ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ തണ്ണിമത്തൻ തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക. അപ്പോൾ അത് ശരീരത്തിൽ ധാരാളം ജലാംശം നിൽക്കുകയും അങ്ങനെ നമുക്ക് മൂത്രം നന്നായിട്ട് പുറന്തള്ളാൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിൽ വെള്ളം മെയിൻറ്റെയിൻസ് ചെയ്ത് ആ കല്ലിനൊക്കെ നമുക്ക് പുറന്തള്ളാൻ സാധിക്കും. അപ്പം ഒരുപാട് രോഗികളാണ് ഈ കിഡ്നി സ്റ്റോണായിട്ട് ആശുപത്രികളിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കൊന്ന അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി.